അപ്പോൾ ലൂസിഫർ കണ്ടിട്ട് എമ്പുരാൻ കാണാനില്ല. ഇതിൽ നമ്മളിതാ ഇപ്പം ലൂസിഫർ കാണാൻ പോവാണ്. ഏതായാലും ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്. അപ്പം പിന്നെ ലൂസിഫർ കണ്ടിട്ട് ഇപ്പൊ അടിപൊളി അതിന് രണ്ട് കണ്ടത് നല്ല ആദ്യമായിട്ട് ഇതുവരെ റിലീസോടെ കാണുന്ന ഒരു ഫീലായി. നേരെ ഒരു ഇംഗ്ലീഷ് മൂവിയിലേക്കാണ് ഇപ്പൊ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇന്നലെ L1 കണ്ടു, ഇന്ന് L2 കാണാൻ പോവാണ്, എമ്പുരാൻ കാണാൻ പോവാണ്. റൈറ്റ് ടൈമിൽ തന്നെ എത്തി. നമ്മളെ സീറ്റിന്റെ മുകളിൽ തന്നെ ഒരു മതിൽ. അങ്ങനെ സിനിമ തുടങ്ങിയ പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റൂ കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ബോളിവുഡ് ഉണ്ട്, മോളിവുഡ് ഉണ്ട്, അങ്ങനെ മൊത്തം മിക്സപ്പ് ആയ ഒരു പടം. നമ്മളെ ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു പടം, ഒരു രക്ഷയില്ലാത്ത പടം. എല്ലാം കൂടി മിക്സപ്പ് ആക്കിയിട്ട് നമ്മളെ പൃഥ്വിരാജ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗംഭീരമായ ഒരു മൂവിയാണ് എമ്പുരാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ്, അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. രാവിലെ ഇന്ന് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയും യൂട്യൂബെല്ലാം അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇന്നല്ല നാളെയാണ്. അപ്പോൾ എമ്പുരാൻ വന്നേരം നമ്മൾ ലൂസിഫറിനെ പറ്റി ആലോചിച്ചപ്പോൾ ലൂസിഫർ ഒന്നും മൈൻഡിൽ വരുന്നില്ല, എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലൂസിഫർ കണ്ടിട്ട് എമ്പുരാൻ കാണാനില്ല. ഇതിൽ നമ്മളിതാ ഇപ്പം ലൂസിഫർ കാണാൻ പോവാണ്. L1 കണ്ടിട്ടാണല്ലോ L2 കാണേണ്ടത്. അപ്പോൾ L1 കണ്ടതാണെങ്കിലും പണ്ട് കണ്ടതും നമ്മൾ കൊറോണ ടൈമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതും നമ്മളെ വീട്ടിലെ തിയേറ്ററിലാണ് കണ്ടത്. അപ്പം ഇന്ന് ലൂസിഫർ കാണുന്നു, നാളെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എമ്പുരാൻ കാണുന്നു. അപ്പോൾ നമുക്ക് നോക്കാം പടം എങ്ങനെയാണ്. ആ ഒരു എന്താ പറയാ, ഒരുപാട് റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസും എല്ലാം വരുന്നുണ്ട്. ഏതായാലും ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ലൂസിഫർ കാണാം. ലൂസിഫർ കണ്ടിട്ട് നാളെ എമ്പുരാൻ കാണാം. വലിയ റോളിന് സാധ്യതയില്ല. പ്രിയദർശിനി രാമദാസ് ആരാണ്? നീ പോയി രാമദാസിനെ കാണണം. കാണേണ്ടവരെ കണ്ടിട്ട് അവരെ യാത്ര ചെയ്യണം. ബോധവിന്റെയും പാട്ട്, സഖാവിന്റെയും പാട്ട്, ഇപ്പൊ അയ്യൂരപ്പുകാര് പോലും മറന്ന പാട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മളിതാ പിന്നെ ലൂസിഫർ കണ്ടിട്ട് ഇപ്പൊ അടിപൊളി അതിന് രണ്ട് കണ്ടേ നല്ല ആദ്യമായിട്ട് ഇതൊരു റിലീസോടെ കാണുന്ന ഒരു ഫീലായി. പല രംഗങ്ങളും മറന്നുപോയിട്ടുണ്ടായിരുന്നു, പണ്ട് കണ്ടതാണെങ്കിലും ഒരിക്കലേ കണ്ടുള്ളൂ, അതിനിടക്കൊന്നും കണ്ടില്ല. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 2019 റിലീസ് ചെയ്ത് 4 വർഷമൊന്നുമല്ല, 5-6 വർഷമായി. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ശേഷമില്ല, ഇപ്പം നേരെ ഒരു ഇംഗ്ലീഷ് മൂവിയിലേക്കാണ് ഇപ്പൊ ലാൻഡ് ചെയ്തിരിക്കുന്നത്. L1 ഇനി L2 എങ്ങനെയാ സംഭവം എന്ന് നമുക്ക് കണ്ടിട്ട് തന്നെ അറിയണം. ഏതായാലും ഒരു എമ്പുരാന്റെ ട്രെയിലറും കൂടി നമുക്ക് നമ്മളെ സ്ക്രീനിൽ കണ്ടിട്ട് നാളെ പിന്നെ തിയേറ്റർ വെച്ചിട്ട് കാണാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനല്ലാതെ ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴൊക്കെ we have to end this war. See, God so welcomes you.
അങ്ങനെ നമ്മളിതാ ഇന്നലെ L1 കണ്ടു, ഇന്ന് L2 കാണാൻ പോവാണ്, എമ്പുരാൻ കാണാൻ പോവാണ്. നമ്മള് പിന്നെ വണ്ടി ഒന്നും എടുക്കാണ്ടേ നമ്മള് ക്യാബിന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ ക്യാബ് കിട്ടുന്നില്ല, ഈവനിങ് പീക്ക് അവേഴ്സ്. അത് പണി കിട്ടി. നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാർ പാർക്കിംഗ് ഒക്കെ ഒരു പ്രശ്നമാവോന്ന് അറിയില്ല. നമ്മൾ പോകുന്നത് തവരേക്കര ബാലാജി തിയേറ്ററിലാണ്. 4K ഡോൾബി അറ്റ്മോസ് ആണ്. അവിടെയാണ് നമുക്ക് പറ്റിയ ഒരു ടൈം സ്ലോട്ട് കിട്ടിയത്, 7 o'clock. അപ്പൊ ഇപ്പൊ സമയം വന്നിട്ട് 6:07 ആയി. അപ്പൊ നമ്മള് എത്തുന്നില്ല ഒരു പ്രതീക്ഷയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിയേറ്ററിൽ നമുക്ക് എത്തിയിട്ട് കാണാം എമ്പുരാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എല്ലാം അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ റൈറ്റ് ടൈമിൽ തന്നെ എത്തി. ഇപ്പം ടൈം 6:45, 7 o'clock ഷോ. ഇതാണ് തിയേറ്റർ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലെത്തി. ഇത് പ്രൊജക്ടർ റൂമാണ്. നമ്മൾ ഈ തിയേറ്ററിൽ ഇതിന് മുന്നേ നമ്മൾ ബാഹുബലി കാണാൻ വേണ്ടിയിട്ട് ഈ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും ഏകദേശം സ്പീക്കറിൻ്റെ സെറ്റപ്പൊക്കെ നോക്കിയിട്ട് നമ്മളൊരു മിഡിലാണ് ബുക്ക് ചെയ്തത്. വലിയ തിയേറ്ററാണല്ലോ. അതെ, നമ്മൾ മീര ബുക്ക് ചെയ്തിട്ട് ആകെ പണി കിട്ടിയ നമ്മളെ സീറ്റിന്റെ മുകളിൽ തന്നെ ഒരു മതിൽ. ടെൻടടേ കിച്ചുവിന് കാണുന്നുണ്ടോ? കിച്ചു ആ, നമ്മളെ കാറിലെ കുഷ്യൻ എടുക്കായിരുന്നു. നമ്മൾ വന്നിന് ഇവിടെ ഇരുന്നിട്ടില്ല, പക്ഷെ അടിപൊളി ഇതാണ്. സ്പേസിലായിരുന്നത്, സെൻറ്ററാണ്. സ്പീക്കേഴ്സിൻ്റെ ഒക്കെ നല്ല ഇത് ഡോൾബി അറ്റ്മോസിൻ്റെ അടിപൊളി. വാവ് വാവ്, നമ്മളെ പൊസിഷൻ അടിപൊളിയാണ്. കിച്ചു സൗണ്ട് നോക്കിയേ, വീടുന്നല്ല സൗണ്ട് വരുന്ന നോക്കിയേ. സൗണ്ട് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമ്മളിരുന്ന പൊസിഷൻ. ആകെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ മുന്നിലുള്ള ഈ മതിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ ഒന്ന് കുറച്ച് താത്തിയാലും ഓക്കെ ആയിരുന്നു. സ്ക്രീനും എല്ലാം ഓക്കെയാണ്. അങ്ങനെ സിനിമ തുടങ്ങിയ ആൾക്കാർ പുറകിൽ കുറച്ചുണ്ട്, മുന്നിൽ ഒരുപാട് സീറ്റ് കാലിയുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഷോ. രണ്ടാമത്തെ ദിവസം, സെക്കൻഡ് ഡേ. ഇന്നലെയാണ് റിലീസായത്. നമ്മൾ ഇന്ന് വൈകുന്നേരം 7 o'clock വന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയേറ്റർ ആയതുകൊണ്ടായിരിക്കാം ഫ്രണ്ടിലൊക്കെ ഒരുപാട് സീറ്റ് കാലിയാണ്.
കണ്ടിനോ? ഷോ അങ്ങനെ എമ്പുരാൻ കഴിഞ്ഞു, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഞാൻ പിന്നെ ട്രെയിലർ കണ്ടേരം ഈ ലെവലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എന്താ പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റൂ കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. എന്തെന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ഉണ്ട്, പിന്നെ ബോളിവുഡ് ഉണ്ട്, മോളിവുഡ് ഉണ്ട്, അങ്ങനെ മൊത്തം മിക്സപ്പ് ആയ ഒരു പടം. നമ്മളെ ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു പടം, ഒരു രക്ഷയില്ലാത്ത പടം. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരില്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് പടം ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഇതിൽ സബ് ടൈറ്റിൽ വായിച്ചിട്ട് നമ്മൾ മൂവി കാണുമ്പോൾ ഒരു ചെറിയ വിഷയം. പക്ഷേ എന്ത് പറഞ്ഞാലും ആ എന്താ പറയുക, ത്രൂ ഔട്ട് മൂവി ശരിക്കും നമ്മളെ ഗൂസംസ്, നമ്മൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന അത്ര സീനുകളെ ഇംഗ്ലീഷ് പടത്തിലും നമ്മൾ പണ്ട് മെട്രിക്സിലൊക്കെ കാണുന്നില്ലേ, ആ ലെവല് ഒരു രക്ഷയില്ല. അതിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എമ്പുരാൻ്റെ ടീമിന്, ഓൾ ടീമിന്, നമ്മളെ പൃഥ്വിരാജിനും മോഹൻലാൽ എല്ലാവരും ഇതിൻ്റെ പുറകിലില്ലേ ഓരോ ആൾക്കും എന്താ അത്രയും നല്ല ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. അത്രയും ഭയങ്കരമായ സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എമ്പുരാൻ. അപ്പോൾ എന്തായാലും കാണണം. L1 L2 അതേപോലെ L3ൻ്റെ തുടക്കം കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പടം. ശരിക്കും നമ്മൾ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ആ റിവ്യൂ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കുറേ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങൾ ഒരു നോർമൽ ഇതിൽ പോയി കാണുക. അതേപോലെ തന്നെ നമ്മളൊരു മലയാളത്തിലുള്ള മൂന്ന് മൂവി എന്ന് പറയാൻ കാരണം ബോളിവുഡും ഹോളിവുഡും ഇതേപോലെ നമ്മളെ എല്ലാം കൂടി മിക്സപ്പ് ആക്കിയിട്ട് നമ്മളെ പൃഥ്വിരാജ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗംഭീരമായ ഒരു മൂവിയാണ് എമ്പുരാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ 7 o'clock ഷോനാ വന്നത്. 10 o'clock ഷോന് ഒരു രക്ഷയില്ലാണ്ടുള്ള റഷാണ്, ഭയങ്കര ആളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആളെന്താ പറഞ്ഞത്, ഇന്ന് വർക്കിംഗ് ഡേ ആണ് ശരിക്ക്. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് പിന്നെ 7 o'clock ആള് അത്ര ഇല്ലായിരുന്നു, തിയേറ്റർ അത്ര ഫുള്ളല്ല. പക്ഷേ ഇപ്പോൾ ഇതാ 10 o'clock ഏകദേശം ഫുള്ളാണ്, ഭയങ്കര റഷ് ഉണ്ട്. നമ്മളിവിടെ തന്നെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ആൾക്കാർ വന്നിട്ടാകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അവസ്ഥ.